ഒരാളെപ്പോലും പൊതുവികസനത്തിൽ നിന്ന് മാറ്റി നിർത്താതെ എല്ലാവരുടെയും കാര്യങ്ങൾ പരിഗണിക്കുന്ന നമ്മുടെ വികസന മോഡലാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നമായ രാഷ്ട്രങ്ങളുടെ വരുമാനം നമുക്കില്ല, പക്ഷേ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളെക്കാളും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നമ്മൾ പുറകിലല്ല എന്ന് മാത്രമല്ല, പലതിലും ഇപ്പം മുൻപിലാണ്. ശിശുമരണ നിരക്കിൻ്റെ കണക്കുകൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളെക്കാളും നമ്മൾ മുകളിലാണ് എന്നുള്ള കണക്കുകൾ വന്നു. ഇന്ത്യൻ ശരാശരിയേക്കാളും വളരെ മുകളിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി പറഞ്ഞതുപോലെ വെൽഫെയർ അപ് ടു ഫെയർവെൽ വെൽഫെയർ ടു ഫെയർവെൽ എന്ന് പറഞ്ഞാൽ അവസാനം വരെ, ജനിക്കുന്ന സമയം മുതൽ ഏറ്റവും അവസാന യാത്ര വരെ മനുഷ്യൻ്റെ ജീവിതത്തിനൊപ്പം നിൽക്കുന്നതാണ് കേരളീയ സമൂഹം, കേരളത്തിൻ്റെ സംസ്കാരം. അതിനെ എങ്ങനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ചെയ്യേണ്ട ഏറ്റവും പുതിയ കാലത്തെ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ജാതി പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമുക്ക് എല്ലാ മേഖലയിലുമുള്ള നിരവധി നേട്ടങ്ങളുണ്ട്. കേരളത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും വിദ്യാഭ്യാസ നേട്ടങ്ങളും വ്യാപനങ്ങളുമൊക്കെ എടുത്തു പറയേണ്ടതില്ല. കേരളം പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല. അത് നമ്മൾ ഓർക്കാൻ വേണ്ടി മാത്രം. കേരളത്തിൽ വന്നിട്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരള ഈസ് എ ലുണാറ്റിക് അസൈലം, ഒരു ഭ്രാന്താലയം. കാരണം ഇവിടുത്തെ ജാതി വ്യവസ്ഥിതി തൊടിയിലും തീണ്ടലും ഒക്കെ 100 വർഷത്തിനപ്പുറമാണ്. ആ കേരളം അന്ന് അങ്ങനെ ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പിന്നണിയിൽ കിടന്നിരുന്നൊരു സ്ഥലത്തെ പിന്നീട് ഇവിടേക്ക് വന്ന അതേ ബംഗാളിൽ നിന്ന് വന്ന ലോകപ്രശസ്തനായ നോബൽ സമ്മാന ജേതാവ് അമർത്യ സെൻ പറഞ്ഞു, കേരള മോഡൽ ഈസ് എ ഗുഡ് മോഡൽ. കാരണം ഈ ഇടത്തരം വരുമാനമുള്ള ഒരു പ്രദേശത്ത് ഇത്രയും സാമൂഹ്യ സൂചികകൾ മെച്ചപ്പെട്ടത് ഇവിടെയാണ്. അപ്പോൾ അതാണ് കേരളത്തിൻ്റെ 100 വർഷത്തെ ചരിത്രം. അതിനകത്തെല്ലാം ഉണ്ട്. നമ്മൾ 70കൾ വരെ ഇന്ത്യയിലെ ഏറ്റവും ആളോഹരി വരുമാനമുള്ള സംസ്ഥാനമായിരുന്നില്ലെന്ന് മാത്രമല്ല, ഇന്ത്യൻ ശരാശരി ആളോഹരിയേക്കാളും 10-30% കുറവായിരുന്നു കേരളത്തിൻ്റെ ആളോഹരി. ഇപ്പോൾ ഇന്ത്യൻ ശരാശരിയേക്കാളും 50-60% അധികമാണ് എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ള 4-5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം. അപ്പോൾ ആ തരത്തിൽ നമുക്ക് വരുമാനത്തിൻ്റെ കാര്യത്തിലുണ്ടായി. ഇതെല്ലാം വലിയ ക്യാപിറ്റൽ മൂലധനം വലിയ തോതിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ നമ്പറിൻ്റെ വർധനയല്ല എന്നുള്ളതാണ്. നമുക്ക് വൻ നഗരങ്ങളെടുത്താൽ ആ നഗരങ്ങളിലെ നെറ്റ്വർത്താണ്. ഞാൻ ഇപ്പോൾ ബോംബെ എടുത്താൽ, മഹാരാഷ്ട്ര എടുത്താൽ, കർണാടകത്തിലെ ബാംഗ്ലൂർ എടുത്താലൊക്കെ നഗരങ്ങളിൽ നിന്നാണ്. ഞങ്ങൾ GST നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് 60-70% അത്തരം നഗരങ്ങളിൽ നിന്നാണ്, അത്തരം സംസ്ഥാനങ്ങളിൽ. പക്ഷേ നമുക്ക് നമ്മുടെ വെൽത്ത് കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, സൗകര്യങ്ങൾ കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതാണ് കേരളം ഈസ് എ ബിഗ് സിറ്റി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഒരു വലിയ ഗ്രാമം എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള മാറ്റം.